തിരികെ ജാഗ്രതയിലേക്ക്. തിരുവനന്തപുരം കവടിയാറിൽ വ്യാജരേഖ ചമച്ച വീടും വസ്തുവും തട്ടിയെടുത്ത വ്യവസായി അനിൽ തമ്പിക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. തലസ്ഥാന ജില്ലയിലെ കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നടന്നു വന്നത് വൻ തട്ടിപ്പെന്ന പോലീസ്. പ്രധാന കണ്ണി അനിൽ തമ്പിയാണെന്നും ഇയാൾ പിടിയിലായാലേ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാകൂവെന്നും പോലീസ് അറിയിച്ചു. വ്യാജരേഖകൾ ഉണ്ടാക്കി 4.5 കോടിയിലേറെ വില വരുന്ന വീടും വസ്തുവും കൈക്കലാക്കിയ സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ജവഹർ നഗറിൽ താമസിച്ചിരുന്ന അനിൽ തമ്പി എന്ന് പോലീസ് പറയുന്നു. തട്ടിപ്പിലൂടെ വസ്തു വാങ്ങിയ ചന്ദ്രസേനന്റെ മരുമകനാണ് അനിൽ തമ്പി. അനന്തപുരി മണികണ്ഠന്റെ അക്കൗണ്ടിലേക്ക് പലപ്പോഴും പണം അയച്ചിരുന്നതും അനിലാണ്. ചന്ദ്രസേനനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ അനിൽ തമ്പിയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. കവടിയാറിൽ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ വീടിന് സമീപത്തെ ഫ്ളാറ്റിൽ തന്നെയാണ് അനിൽ തമ്പിയും കുടുംബവും താമസിച്ചിരുന്നത്. അനിലിന്റെ അക്കൗണ്ടിൽ നിന്ന് മണികണ്ഠന്റെ അക്കൗണ്ടിലേക്ക് 1.5 കോടി അയച്ചതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീടിന്റെ ഗേറ്റും പൂട്ടും തകർത്ത് അകത്ത് പ്രവേശിച്ചതും പേരുണ്ടായിരുന്ന ബോർഡ് നശിപ്പിച്ചതും അനിൽ തമ്പിയുടെ നേതൃത്വത്തിലാണെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞു. തട്ടിപ്പ് കേസിൽ 6 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. മെറിൻ ജോസഫ്, വസന്ത എന്നീ സ്ത്രീകളെയാണ് ആദ്യം പിടികൂടിയത്. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ വീടിന്റെ യഥാർത്ഥ ഉടമ ഡോറയുടെ മകളെന്ന വ്യാജേനയാണ് മെറിൻ ജോസഫ് ആൾമാറാട്ടം നടത്തിയത്. ജൂലൈ 2-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് മെറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീടിന്റെ ഉടമയെ ഡോറയായി ആൾമാറാട്ടം നടത്തിയത് വസന്ത എന്ന സ്ത്രീയാണ്. വളർത്തുമകളായ മെറിന് വസ്തു നൽകുന്നതായുള്ള ആധാരം എഴുതി തയ്യാറാക്കിയത് വസന്തയാണ്. കേസിൽ 3-ാം പ്രതിയാണ് വസ്തു വാങ്ങിയ ചന്ദ്രസേനൻ. വസ്തു വാങ്ങുന്നതിന് വേണ്ടി നൽകിയ പണത്തിന്റെ രേഖകൾ നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടും ചന്ദ്രസേനന് അത് നൽകാൻ കഴിഞ്ഞില്ല. പിന്നാലെ നടത്തിയ ചോദ്യം ചൊല്ലിലാണ് രേഖകളെല്ലാം മരുമകൻ അനിൽ തമ്പിയുടെ കയ്യിലാണെന്നും വസ്തുയിടപാടിൽ തനിക്ക് പങ്കില്ലെന്നും ചന്ദ്രസേനന് പോലീസിന് മൊഴി നൽകിയത്. തുടർന്നാണ് വൻ തട്ടിപ്പിന്റെ അന്വേഷണം അനിൽ തമ്പിയിലേക്ക് എത്തിയത്. പ്രമാണത്തിൽ സാക്ഷിയായി ഒപ്പിട്ടതും അനിൽ തമ്പിയായിരുന്നെന്ന് പോലീസ് കണ്ടെത്തി. തട്ടിപ്പിൽ പങ്കാളിയായത് കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനും. പോലീസ് അന്വേഷണം വിവിധ ഘട്ടങ്ങൾ പിന്നിട്ടതോടെയാണ് ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ആധാരം എഴുത്തുകാരൻ കൂടിയായ കോൺഗ്രസ് നേതാവ് ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് തലസ്ഥാന ജില്ലയിലെ വൻ ഭൂമാഫിയ സംഘത്തെ നിയന്ത്രിക്കുന്നയാളാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. കരമനയിലെ അനന്തപുരി മണികണ്ഠന്റെ സ്ഥാപനം വഴിയായിരുന്നു പല ഇടപാടുകളും നടന്നത്. തലസ്ഥാന ജില്ലയിൽ അവകാശികളിൽ നിന്ന് മനസ്സിലാക്കുന്ന കെട്ടിടങ്ങളും നിയമക്കുരുക്കിൽ കിടക്കുന്ന വസ്തുക്കളും വ്യാജരേഖ ഉപയോഗിച്ച് സ്വന്തമാക്കുന്ന രീതിയാണ് മാഫിയ സംഘത്തിന്റേത്. അനിൽ തമ്പി പിടിക്കപ്പെട്ടാലേ തട്ടിപ്പിന്റെ വ്യാപ്തി കൃത്യമായി മനസ്സിലാക്കാനാകുമെന്ന നിഗമനത്തിലാണ് പോലീസ്. അനിൽ തമ്പിയെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പ്രതിപട്ടികയിലേക്ക് ചേർക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ അരിച്ചുപിറക്കി പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഇതോടുകൂടിയാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. എന്നാൽ രാജ്യം വിട്ടു പ്രതി എന്നാണ് ഒടുവിൽ പോലീസ് പറയുന്നത്. ഇനി വസ്തു ഉടമയായിട്ടുള്ള ഡോറ ആശ്രയ സ്ക്രിപ്റ്റ്സ് തിരിച്ചു വരില്ല എന്ന ഉറപ്പിലാവാം വ്യാജ പ്രമാണമുണ്ടാക്കി ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് പോലീസിന്റെ ഒടുവിലെ കണ്ടെത്തലും. ക്യാമറമാൻ റോഹിൻ രാജിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.